ലോകത്ത് അള്ളാഹു ബുദ്ധിയെ 100 പാർട്ടാക്കിയിട്ട് 99 പാർട്ടും കൊടുത്തത് റസൂലുള്ളാഹിന്റെ തലച്ചോറിലാണ്. ആ ഏറ്റവും ബുദ്ധിമാനായ നേതാവാണ് കേൾക്കേണ്ടി വന്നത് ഭ്രാന്തൻ. ചെറിയ പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ചില്ലേ ത്വായിഫെന്ന്? എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കല്ലിന് കാലിന് ബ്ലഡ് വന്നിട്ട് അൽമിനഹുൽ വക്കീല് കാണാൻ തങ്ങൾ എണീറ്റിക്കുമ്പോ അവിടുത്തെ ചെരുപ്പ് മുഴുവൻ ബ്ലഡിന്റെ കളറായിരുന്നു. അത്ര ഫുൾ ബ്ലഡിന്റെ കളർ, രക്തൊഴുകിയിട്ട്. എന്നിട്ട് എണീപ്പിച്ച് നിർത്തുമ്പോ അവര് പറഞ്ഞു ഇനി കുറച്ച് നടക്കാലേ. പിന്നെയും ഏറ് കിട്ടി. പിന്നെയും റോഹുൽ ബയാലുണ്ടല്ലോ 2 സൊഫായിട്ട് നിർത്തിയിട്ട് ഭ്രാന്തെന്ന് അവര് വിളിച്ചോണ്ടിരിക്കണത്. ആ സമയത്ത് നീ ദുആ ഉപയോഗിച്ചൂടായിരുന്നു? തന്റെ ഇഷ്ടക്കാരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്. ഹംസ തങ്ങളെ കൊന്നിട്ടില്ലേ? ആ സമയത്ത് ദ്വാരന്നൂടായിരുന്നു? ഇല്ല, ഒന്നും ദ്വാരന്നിട്ടില്ല. എന്റെ എന്റെ ദുആ ഞാൻ ആഖിറത്തിലേക്ക് മാറ്റി വെക്കാണ്. എന്റെ ഉമ്മത്ത് എന്നെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാന്. ഈ നേതാവ് നമ്മളെ എങ്ങനെ സ്നേഹിക്കുക? ഒരു ചീരണി ഒരു ദിവസം മൗലിദിന് കൊടുത്ത് നമ്മളെ തമാമായോ? പോരാ. അതാണ് ഇമാം ഷഅബാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്, വല ഹദ്ദ വല നിഹായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നതിന് പരിധിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും നെട്രാജിന്റെ 15 സെന്റിമീറ്ററിന്റെ അപ്പുറം സ്നേഹം പോയാൽ ശിർക്കാവും. അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട്, മുഅ്മിനീങ്ങൾക്ക് പരിധിയില്ല.